ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, ഗുഡ് ഈവനിങ് എവറിവൺ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ പേര് റമീസ്. ഞാൻ അക്കാഡമിക് കൗൺസിലറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്ഥലം എറണാകുളമാണ്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 18 ബാച്ച് സ്റ്റുഡന്റ് ആണ്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളുള്ളത്. ഒരു നല്ല ട്രെയിനർ ആവുക എന്നുള്ളതിന് നല്ല ഹ്യൂമൻ ബീയിങ് ആയി മാറുക എന്ന് കൂടി അർത്ഥമുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിലേക്കും അവരുടെ ജീവിതത്തിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഒരു നല്ല ട്രെയിനർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത്. ഒരു മനുഷ്യന്റെ ഉള്ളിലെങ്കിലും നമ്മുടെ വാക്കുകൊണ്ടോ ഒരു സാന്ത്വനം കൊണ്ടോ അവരിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചാൽ നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയ ട്രെയിനർ ആകാൻ കേപ്പബിലിറ്റി ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. ഒരു നല്ല ട്രെയിനർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ലിസണിംഗ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഷ്യൻസ്, കോൺഫിഡൻസ്, ലിസണിംഗ്, ഫോക്കസ്, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഓർഗനൈസേഷൻ, പ്ലാനിംഗ്. ഈ ഒരു ട്രെയിനർ കോഴ്സിൽ ഞാൻ വന്നു ചേർന്നത് നല്ല കൗൺസിലർ ആവുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ട്രെയിനിങ്ങിന്റെ അനന്ത സാധ്യതയെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇതിൽ ആദ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നാം എന്ന വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രൊഫഷനെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് എന്നെ സഹായിച്ചത് വിംബിൾ അക്കാഡമിയുടെ ബാക്ക് ബോണും നമ്മുടെ മെന്ററുമായ നമ്മുടെ ഫൈസൽ സാറാണ്. സാറിനോട് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. ഒരു മെന്ററിൽ വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി കണ്ടിട്ടുള്ളത് ഞാൻ സാറിലാണ്. അത്രയും ഹമ്പിൾ ആയ ഒരു വ്യക്തിയാണ് ഫൈസൽ സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷൻ എടുക്കാൻ ഞാൻ വെൽക്കം ചെയ്യുന്നത് ഞങ്ങളുടെ 18 ബാച്ചിന്റെ സ്വകാര്യ അഹങ്കാരവും ഗാംഭീര്യമേറിയ ശബ്ദത്തിനുടമയും വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്ഥാനം പിടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സതീഷ് മധുരിമ സാറിനെയാണ്. ലോഞ്ച് പാഡ് ടു സക്സസ് എന്ന ടോപ്പിക്കിലൂടെ കരിയർ ഗൈഡൻസിന്റെ സാധ്യതയെക്കുറിച്ചാണ് സാർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ IT മേഖലയിൽ 32 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. കൂടാതെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാത്സിൽ ബിരുദാനന്തര ബിരുദവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG ഡിപ്ലോമ ഇൻ ഓപ്പറേഷണൽ റിസർച്ച് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവ സതീഷ് സാറിനെ ഈ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു രമേശ് മാം. താങ്ക് യു. നമുക്ക് ക്ലാസ്സസ് തുടങ്ങാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ് ഓൾ. നമ്മളുടെ വിംബിൾ അക്കാഡമിയുടെ ട്രെയിനേഴ്സ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു 68ാമത്തെ ബാച്ചാണെന്ന് തോന്നുന്നു നമ്മളുടെ ഇത്. എനിക്കിവിടെ ഒരു അവസരം തന്ന നമ്മുടെ പ്രിയങ്കരനായ ഫൈസൽ സാറിനും അതുപോലെ ഇതൊരു നല്ല ഇൻട്രോ തന്ന റമീസിനും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന എന്റെ പേര് സതീഷ് മധുരിമേന്നാണ്. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ശരിക്ക് ലോഞ്ച് പാഡ് ടു സക്സസ് എന്ന ടൈറ്റിലാണ്. കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. കരിയർ ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഐ വാണ്ട് എ പോംപോം ലൈഫ്. ഡു യു? എനിക്കൊരു പോംപോം ലൈഫാണ് ഇഷ്ടം. നിങ്ങൾക്കോ? പോംപോം കേട്ടിട്ടുണ്ടോ? പോംപോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണക്കടലാസുകൾ അല്ലെങ്കിൽ വർണ്ണ നൂലുകൾ ഉണ്ടാക്കുന്ന കിന്നരി തൊപ്പികളും കിന്നരി ഉടുപ്പുകളും അതുപോലെ ബോളുകളും പന്തുകളും മറ്റു കാര്യങ്ങളുമാണ്. ഇത് സാധാരണ നമ്മളുടെ ആഘോഷവേളകളിൽ സെലിബ്രേഷൻ ടൈമുകളിൽ ഉപയോഗിക്കുന്ന കിന്നരി ഉടുപ്പുകളോ അല്ലെങ്കിൽ കിന്നരി തൊപ്പുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വർണ്ണ നൂലുകളോ മറ്റു ഒക്കെയുള്ള ഒരു രൂപമാണ് പോംപോം എന്നാണ് അതിന്റെ പേര്, പോംപോം. പക്ഷെ എനിക്കിവിടെ വേണ്ടത് പോംപോം, POM പോംപോം എന്ന എന്റെ ഫുൾ ഫോം ആണ്. പോംപോം കേട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ സെർച്ച് എഞ്ചിനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ ഫുൾ ഫോം കിട്ടില്ല. ഐ ബെറ്റ്. ഈ സ്മാർട്ട് ഫോണിന്റെ കാര്യം പറയുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെല്ലാം ട്രാവൽ ആപ്പുകൾ. നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ആ ട്രാവൽ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ
ഊബറിന്റെ അല്ലെങ്കിൽ ഒലയുടെ ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ഈ മാപ്പ് ഓപ്പൺ ചെയ്യും, ഈ ട്രാവൽ ആപ്പ് ഓപ്പൺ ചെയ്യും. ഈ ട്രാവൽ നമ്മളത് ഒരുപക്ഷെ യാത്ര പോകുന്നത് റോഡ് വഴിയാകാം, റെയിൽ വഴിയാകാം, അല്ലെങ്കിൽ എയർ വഴിയാകാം, അല്ലെങ്കിൽ എന്തിനേറെ ഇപ്പം സ്പേസിലേക്ക് പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇലോൺ മാസ്ക് ആൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഒരു 5 ഇയേഴ്സിനകം നമ്മളെ സ്പേസിലേക്ക് കൊണ്ടുപോകാനാണ് ഇലോൺ മാസ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എവിടെ നമുക്ക് പോവുകയാണെങ്കിലും നമുക്കൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ഈ ഈ ട്രാവൽ ആപ്പ് ഓപ്പൺ ചെയ്യാറുണ്ടായിരുന്നു. ഈ ട്രാവൽ ആപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മളെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ ജിയോ ലൊക്കേഷൻസ് കാണിക്കും. അത് ലൈവ് ലൊക്കേഷൻ തന്നെ പറയാം. എന്നിട്ട് ഇത് ആദ്യം ചോദിക്കുന്നത്, ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ആദ്യം ചോദിക്കുന്നത് വേർ ഡു യു വാണ്ട് ടു ഗോ, വേർ ടു ഗോ എന്നാണ്. ഈവൻ സ്പേസിലേക്ക് പോവുകയാണെങ്കിലും അവർ ചോദിക്കുന്ന വേർ ടു ഗോ അല്ലെങ്കിൽ വേർ ഡു യു വാണ്ട് ടു ഗോ എന്നാണ്. നമുക്കെല്ലാം അറിയാം, നമുക്കെല്ലാം ജീവിതം ഒന്നേ ഉള്ളൂ. വി ക്യാൻ ലിവ് വൺസ്. ഒരിക്കൽ മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടായിരിക്കാം. കാരണമുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് ഒരു 70 അല്ലെങ്കിൽ 80 വയസ്സാണ് ടൈമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു 24 മണിക്കൂർ സമയമുണ്ട്. ഈ 24 മണിക്കൂർ സമയത്തിൽ ഒരു 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു, ഒരു 8 മണിക്കൂർ നമ്മളുടെ ആഹാരം കഴിക്കാനും മറ്റ് ദൈനംദിന കൃത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ 8 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള ഒരു 8 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ചെലവാക്കുന്നത് നമ്മളുടെ സ്റ്റഡീസിനും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനും മറ്റുമാണ്. അപ്പം ഈ ഒരു പ്രൈം 8 മണിക്കൂർ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 80 വയസ്സുള്ള ആളിന് ഒരു 27 വർഷക്കാലം നമ്മൾ നമ്മുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കരിയർ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് നമ്മൾ പറയുന്നത്. കരിയർ നമ്മുടെ ജീവിതം തന്നെയാണ്. ഈ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? ഈ കരിയറിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ഒരു ജേർണി തന്നെയാണ്. കരിയർ ജേർണിയാണത്. ഒരു യാത്രയിൽ കൂടെയാണ് നമ്മൾ കരിയറിലേക്ക് പോകുന്നത്. ഈ എന്തുകൊണ്ടാണ് കരിയർ ഒരു യാത്ര എന്ന് പറയുന്നത്? കാരണം കരിയർ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കരിയറും ജോബും ഉണ്ട്. കരിയർ എന്ന് വെച്ചാൽ തൊഴിൽ, ജോബ് എന്ന് വെച്ചാൽ ജോലി. അപ്പൊ കരിയറും ജോബും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മൾ നിത്യവും ദൈനംദിനം ചെയ്യുന്ന ഒരു റിപ്പീറ്റഡ് ആക്ടിവിറ്റിയാണ്. അത് നമുക്കറിയാം. നമ്മളുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ രാവിലെ ജംഗ്ഷനിൽ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. ഇവർ ഒരു ദിവസം ചെയ്യുന്നത്, ഇന്ന് ചിലപ്പോൾ ചെയ്യുന്നത് സിമെന്റ് കൂട്ടാൻ വേണ്ടി പോവും, നാളെ അവര് മരം കയറാൻ വേണ്ടി പോവും, വേറൊരു ദിവസം അവര് പുലി എത്താൻ വേണ്ടി പോവും. അപ്പൊ ഓരോ ദിവസവും അവർ ഓരോ ജോലി ചെയ്യുന്നു, അന്നത്തെ കൂലി കിട്ടുന്നു. അത് ചിലപ്പം ജോലി ഇല്ലാതിരിക്കാം, ആ സമയത്ത് അവര് വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു ടൈപ്പ് ഇതിനാണ് പറയുന്നത് ജോബ് എന്ന് പറയുന്നത്, ജോലി. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കരിയർ. കരിയർ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ഒരു ഗോൾ കിട്ടാൻ വേണ്ടി ഒരു ലോങ് ടേം ആക്ടിവിറ്റിയാണ് കരിയർ എന്ന് പറയുന്നത്. ഈ കരിയറിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാലറിയാണ്, അതിനകത്ത് ഇൻക്രിമെന്റ് വരും. ബട്ട് ജോബിന്റെ കേസിൽ നമുക്ക് വേതനമാണ് കിട്ടുന്നത്, നിത്യം ഡെയിലി വേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഇപ്പൊ ഈ ഒരു കരിയർ നമ്മൾ ബിൽഡ് ചെയ്യാൻ നമ്മുടെ കരിയർ ജേർണിയാണ്, ഈ ഒരു യാത്രയാണ്. ഈ കരിയർ യാത്രയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ധാരാളം ക്രോസ് റോഡുകൾ നമ്മൾ 4 കൂടി ജംഗ്ഷനുകൾ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഈ ക്രോസ് റോഡുകളിൽ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ പാത്ത് സെലക്ട് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് ബൈ ചോയ്സ് ഓർ ബൈ ചാൻസ്. ഇവിടെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഈ ക്രോസ് റോഡുകളിലാണ് നമ്മൾ നിശ്ചയിക്കുന്നത് എങ്ങോട്ട് നമ്മൾ പോകണം എന്നുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം, സിക്കിം എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേറ്റ് ഉണ്ട്. സിക്കിം ഹിമാലയൻ സ്റ്റേറ്റ് ആണ് സിക്കിം. ഈ ഹിമാലയൻ സ്റ്റേറ്റിൽ എല്ലാ വർഷവും, ഈ സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എല്ലാ വർഷവും ഒരു 4000-5000 കുട്ടികൾ പാസ് ഔട്ട് ആവുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ജോബ് അല്ലെങ്കിൽ കരിയർ ജോബ് മേഖല അവിടെ സിക്കിം എന്ന ആ ചെറിയ സ്റ്റേറ്റിലില്ല, സംസ്ഥാനത്തില്ല. അപ്പോൾ ആ സിക്കിം ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓരോ കുട്ടികൾക്കുമായിട്ട് അവരൊരു കുട്ടികളെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു കരിയർ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ആക്ടിവിറ്റി ഫോം ചെയ്യും. ഓരോ കുട്ടികൾക്കും അവരുടേതായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ, അത് ഇൻഫോംഡ് കരിയർ എന്ന് പറയാം, പേഴ്സണലൈസ്ഡ് കരിയർ അവർ ചെയ്തിട്ട് ഓരോ കുട്ടികളുടെയും അവരുടെ താല്പര്യമുള്ള മേഖലകൾ, അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും
അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നോക്കിയിട്ട് അവരുടെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ട് ആ സംസ്ഥാനത്ത് കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ആ സംസ്ഥാനത്ത് തന്നെ അവരെ പഠിക്കാനും ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള അവസരം കൊടുത്ത് അവിടെ തന്നെ അവർക്ക് ജോലി കൊടുക്കും. മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ പ്രൊഫൈലിനനുസരിച്ചിട്ട് അവരുടെ കരിയറിനനുസരിച്ചിട്ട് അല്ലെ അവരുടെ ടേസ്റ്റിന് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിച്ച് അവർക്കൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ മറ്റ് സംസ്ഥാനത്തിൽ പോയി പഠിച്ച് അവർ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ച് ഒരു കരിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ജോലി കിട്ടിയതിനു ശേഷം ഈ ഫണ്ട് ഈ പൈസ തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കാറുണ്ട്. ഈ ഫണ്ടാണ് ഗവൺമെന്റ് അടുത്ത വർഷത്തെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ ഒരു കരിയർ സിക്കിം സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം സിക്കിം ഗവൺമെന്റിൽ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ കേസിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ കേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു വ്യക്തിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ അവർക്കൊരു ഇൻഫോംഡ് കരിയർ, ഒരു പേഴ്സണലൈസ്ഡ് കരിയർ പ്ലാൻ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം ഈ 10th ഒക്കെ പാസ്സായ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. ഒത്തിരി കുട്ടികൾ, ധാരാളം കുട്ടികൾ 10th പാസ്സായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇവരെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഇവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലീസിന്റെ അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം ആലീസ് ഇൻ വണ്ടർലാൻഡിൽ ആലീസ് ആലീസിന്റെ കൂട്ടുകാരനായ ചെഷർ കാറ്റിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ആലീസും കാറ്റും തമ്മിൽ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. അവിടെ വെച്ച് ആലീസ് കാറ്റിനോട് ചോദിക്കുകയാണ്, ചെഷർ കാറ്റിനോട് ചോദിക്കുകയാണ്, കുഡ് യു ജസ്റ്റ് ടെൽ മീ വിച്ച് പാത്ത് ഐ ഷുഡ് ടേക്ക്? ഞാൻ ഏതു വഴിക്കാണ് പോകേണ്ടത്? 4 കൂടി ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ആലീസ് ചോദിക്കുകയാണ് കാറ്റിനോട്, ഞാൻ ഏതു വഴിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്, ഏത് റോഡിലൂടെ പോകും? അപ്പം ഈ കാറ്റ് പറയുന്നുണ്ട്, വേർ ഡു യു വാണ്ട് ടു ഗോ? നിനക്ക് എവിടെയാണ് പോകുന്നത്? എവിടെയാണ് നിനക്ക് പോകാനുള്ളത്? അപ്പം ഈ ആലീസ് പറയുന്നുണ്ട്, ഐ ഡോണ്ട് മച്ച് കെയർ. ഞാനത് ബോധർ ചെയ്യുന്നില്ല, എനിക്ക് അതിനകത്ത് വലിയ കെയർ ഇല്ല. അപ്പം ഈ കാറ്റ് പറയാണ്, ദെൻ യു ക്യാൻ ഗോ എനിവേ. നിനക്ക് ഏത് റോഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബട്ട് ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിക്കുക, നിനക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെങ്കിൽ യു ഷുഡ് കെയർഫുൾ. ചെറിയ ദൂരമാണെങ്കിൽ നിനക്ക് തിരിച്ചു വരാം, പക്ഷെ ഒത്തിരി ദൂരം നീ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാവും. ഇത് തന്നെയാണ് ഞാൻ നമ്മളുടെ കുട്ടികളോട് പറയുന്നത്, 10th പാസ്സായ കുട്ടികളോട് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു 10th പാസ്സായി കഴിയുന്ന ഒരു കുട്ടികൾ, നിങ്ങളൊരു ക്രോസ് റോഡിൽ നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ യാത്ര ചെയ്ത് എവിടെയാണ് പോകേണ്ടത്, ആ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു 1-2 ചോദ്യങ്ങൾ വരാറുണ്ട് കരിയറുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് കരിയർ? എന്തിനാണ് കരിയറിനെ പറ്റി ഇത്രമാത്രം നമ്മൾ ആവലാതിപ്പെടുന്നത്? എന്താണ് കരിയർ ബിൽഡ് ചെയ്താലുള്ള നേട്ടം? എന്തിനാണ് ഈ കരിയർ നമ്മൾക്ക് ഇത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല, മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ആ ജോലിയിൽ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നു. റിവാർഡ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പേയ്മെന്റ്, ഒരു സാലറി പോലെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ കിട്ടുന്ന ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിവാർഡ് നിങ്ങളെ ആനന്ദമുണ്ടാക്കും. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും. അതായത് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, അത് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നു. അത് നിങ്ങൾക്ക് ആനന്ദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ഐഡന്റിറ്റി കിട്ടും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവും, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവും. ഇത് 4 കാര്യങ്ങൾ, ഐഡന്റിറ്റി, ജോബ് സെക്യൂരിറ്റി, ഹാപ്പിനെസ്, പിന്നെ നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെ വ്യത്യസ്തമായ നിലയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഒരു ഇൻഫോംഡ് കരിയർ ഡിസിഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, സപ്പോസ് നമുക്ക് 10th പഠിച്ച് പാസ്സായ ഒരു കുട്ടി, ആ കുട്ടി ഒരു ക്രോസ് റോഡിലാണ് നിൽക്കുന്നത്. ഈ 10th പഠിച്ച് പാസ്സായ ഒരു കുട്ടി അവൻ നിൽക്കുമ്പോൾ അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് പല സ്ട്രീം സെലക്ഷനാണ്. അത് സയൻസ് സ്ട്രീം ഉണ്ടാവാം,
ഹ്യൂമാനിറ്റീസ് ഉണ്ടാവാം, കൊമേഴ്സ് സ്ട്രീം ഉണ്ടാവാം. ഈ 10th പാസ്സായി വരുന്ന കുട്ടിയുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് സ്ട്രീമാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ആ കുട്ടി ഒരുപക്ഷെ സയൻസ് സ്ട്രീം സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ സയൻസ് സ്ട്രീമിന്റെ സാധ്യതകൾ ആ കുട്ടിയുടെ മുന്നിലേക്ക് തുറന്നു വരുന്നു. അപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെയും വാതിലുകൾ ആ കുട്ടി അടയ്ക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഓരോ കുട്ടികളും വളരെ കെയർഫുൾ ആയിരിക്കണം അവരുടെ സ്ട്രീം സെലക്ഷൻ ടൈമിൽ. അപ്പം അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ +2 പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അവരുടെ മുന്നിലേക്ക് ഏത് കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണം, ഏതാണ് അവന്റെ ഫ്യൂച്ചർ, അവൻ അടുത്ത കോഴ്സ് അവൻ എന്ത് ചെയ്യണം, എഞ്ചിനീയറിംഗ് പോകണോ, മെഡിസിന് പോകണോ, അങ്ങനെയുള്ള പലമാതിരി വഴികളാണ് അവന്റെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ ആ +2 പാസ്സായി അവൻ ഒരു നെക്സ്റ്റ് കരിയർ ഒരു കോഴ്സിലേക്ക് പോയി. ആ കോഴ്സ് കഴിയുമ്പോൾ അടുത്ത കോഴ്സ് എന്ത് ചെയ്യണം, അതിന്റെ PG പോകണോ, അതിന്റെ ഫർദർ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യണോ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ക്രോസ് റോഡുകൾ ഓരോ ടൈമിലും നമ്മളുടെ കുട്ടികളുടെ മുന്നിലേക്ക് വരികയാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കുട്ടികൾ ഈ ക്രോസ് റോഡിൽ നിൽക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് പല ടൈപ്പ് ഇൻഫ്ലുവൻസേഴ്സ് കടന്നു വരും. ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ കീരിക്കാടൻ ജോസും, അല്ലെങ്കിൽ നമ്മുടെ ആവേശത്തിലെ രംഗണ്ണനും, അല്ലെങ്കിൽ പ്രേമലുവിലെ സച്ചിനും ഒക്കെ പോലുള്ള ആൾക്കാർ, ഞാനതുകൊണ്ട് തമാശക്കാണ് പറഞ്ഞത്, ഇവരെല്ലാം വരുന്നത്, ഇവരെ പോലുള്ള ആൾക്കാർ നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഇതിലേക്ക് ക്രോസ് റോഡ് ടൈമിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു വരും. അത് ദ ഫസ്റ്റ് വൺ ഈസ് യുവർ പേരൻസ്. നിങ്ങളുടെ രക്ഷിതാക്കളായിരിക്കും ആദ്യമായി കടന്നു വരുന്ന ഇൻഫ്ലുവൻസർ. അവർ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സാധിക്കാത്ത സ്വപ്നങ്ങളോ, അവർക്ക് നേടാൻ പറ്റാത്ത കരിയറോ, അങ്ങനെയുള്ള എല്ലാം നിങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കും. അപ്പം യു കനോട്ട് ചൂസ് യുവർ കരിയർ. നിങ്ങളല്ല കരിയർ ചൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ പേരൻസ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ബൈ ചാൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൈ ചാൻസ് അവരുടെ ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ ചോയ്സ് ആയിട്ട് വരുന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുകയല്ല. അതുപോലെ നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഈ ഫ്രണ്ട് സർക്കിൾ നമുക്കറിയാമല്ലോ, പിയർ ഗ്രൂപ്പ്. അവരെപ്പോഴും ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കാനാണ് നോക്കുന്നത്. എപ്പോഴും ഒരു കംഫോർട്ടായിട്ടുള്ള ഒരു സോണിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് ഒരു പാരാമെഡിക്കൽ കോഴ്സ് ചേരാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോവാണ്. ഒരു കംഫോർട്ട് സോണിൽ നിൽക്കാനാണ് അവർക്ക് എപ്പോഴും താല്പര്യം. ദ തേർഡ് വൺ ഈസ് ദ മാർക്കറ്റ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ട്രെൻഡി കോഴ്സുകൾ കൊണ്ടുവന്നിട്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പല അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് അവർ ആ കോഴ്സിലേക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി അവർക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സ് ട്രെൻഡി കോഴ്സ് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ കരിയർ കൊണ്ടുവന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സ്കില്ലായിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇൻഡസ്ട്രി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയില്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയത്തില്ല, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്താണെന്ന് അറിയില്ല. എന്നാൽ ആറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് ഒരു വിഷയത്തോട് നമ്മൾക്കുള്ള ആഗ്രഹം, അറിവ്, അതുപോലെ കഴിവ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ഒരു പ്രത്യേക സ്വഭാവ രീതിയാണ്. ഓരോ വ്യക്തിക്കുമുള്ള ഒരു പ്രത്യേക സ്വഭാവ രീതിയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അഭിരുചി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജന്മനാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അഭിരുചി. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് വെച്ചാൽ, നമുക്ക് ഹോൾഡാൻസ് തിയറി അനുസരിച്ച് നമുക്ക് 6 ടൈപ്പ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ശരിക്ക് നമ്മൾ കൈകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം, ലൈക്ക് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിരിക്കും. അവർ ഈ സയന്റിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാർ, ഡേറ്റ അനലിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാർ. മൂന്നാമത്തെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ടൈപ്പ് എന്ന് പറയുന്നത്, അവര് ആർട്ടിസ്റ്റിക് ആയിരിക്കും. അവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ ഫോർത്ത് എന്ന് പറയുന്നത് സോഷ്യൽ എമ്പതി ഒക്കെ ഉള്ള ആൾക്കാര്, അവർ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെയുള്ള ആൾക്കാർ. അവർക്ക് പക്ഷേ ഡോക്ടർ പ്രൊഫഷൻ, അല്ലെങ്കിൽ നഴ്സിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷൻ ഇഷ്ടമാണ്.
അഞ്ചാമത്തെ ആണെന്നെങ്കിൽ അവര് എന്റർപ്രണേഴ്സ് ടൈപ്പാണ്. അവർ എന്റർപ്രണർ ടൈപ്പാണ്. അവർക്ക് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള സെയിൽസ് പേഴ്സൺ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. ആറാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ശരിക്ക് കൺവെൻഷണൽ ടൈപ്പ്, നമ്മളുടെ അക്കൗണ്ടന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ. ഈ 6 വ്യത്യസ്തങ്ങളായ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് നമുക്കുണ്ട്. അപ്പൊ നമ്മളുടെ ഈ കുട്ടികൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്താണെന്ന് അറിയണം. ഒരുപക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പേരൻസിനോട് ചോദിക്കാം. പക്ഷെ പേരൻസ് നമ്മളുടെ ചെറുപ്പത്തിൽ മുതൽ നമ്മളെ കാണുന്നവരാണ്. ആ പേരൻസിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഞാൻ ഏത് ടൈപ്പാണ്, എന്റെ അഭിരുചി എങ്ങനെ ഇരിക്കുന്നു, എന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അവരോട് ചോദിച്ച് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു മീറ്റ് എ ഗുഡ് കരിയർ എക്സ്പെർട്ട് ഓർ കരിയർ ഗൈഡൻസ് ആളിനെ കാണുക. ഈ കരിയർ ഗൈഡൻസ് ആളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ കരിയർ എക്സ്പെർട്ടിനെ കാണുമ്പോൾ അവരുടെ കയ്യിലെല്ലാം ഈ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ, ഇപ്പോഴത്തെ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ AI ബേസ്ഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആണ്. ഏകദേശം ഒരു 99% ആക്യുറസി ഉള്ള ടെസ്റ്റുകൾ, സൈക്കോമെട്രിക് ടെസ്റ്റുകൾക്ക് നിങ്ങൾ വിധേയമാകുക. ഈ ടെസ്റ്റിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇതെല്ലാം വളരെ വ്യക്തമായി അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഈ ടെസ്റ്റ് നടത്തിയതിനു ശേഷം നിങ്ങളെ പറ്റി ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ പ്രൊഫൈൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ കരിയർ ഗൈഡൻസുമായിട്ട് കണക്ട് ചെയ്യുക. ഈ കരിയർ ഗൈഡൻസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കരിയർ ഗൈഡൻസ് അറിയാം എവിടെയൊക്കെ ഈ നമ്മൾക്ക് ഈ പുതിയ രീതിയിലുള്ള ജോലികൾ, കരിയർ ഓപ്ഷൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു കേസിൽ ധാരാളം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അത് കൺവെൻഷണൽ ടൈപ്പ് ഉണ്ട്, നോൺ കൺവെൻഷണൽ ടൈപ്പ് ഉണ്ട്, ന്യൂജൻ കരിയേഴ്സ് ഉണ്ട്. അപ്പം കൺവെൻഷണൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ എന്നിങ്ങനെയാണ്. പക്ഷെ നോൺ കൺവെൻഷണൽ കരിയേഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ നോൺ കൺവെൻഷണൽ കരിയേഴ്സ് ഏതൊക്കെയാണെന്ന്? ഫ്രണ്ട്സ്, നോൺ കൺവെൻഷണൽ 3 ടൈപ്പ് കരിയർ ഉണ്ട്. കൺവെൻഷണൽ ടൈപ്പ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ എക്സെട്ര. കൺവെൻഷണൽ നമ്മൾ വളരെ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് കൺവെൻഷണൽ. നോൺ കൺവെൻഷണൽ ടൈപ്പ് ജോബിന്റെ എക്സാമ്പിൾ ആർക്കെങ്കിലും 1-2 പറയാമോ? ഫ്രണ്ട്സ് പറഞ്ഞോളൂ, തെറ്റില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത്, കാരണം ഞാൻ ഒരു 1 man ഷോ ആയിട്ട് അങ്ങ് പോയത്, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയത്. അപ്പം നിങ്ങളോട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഷെഫീഖ് സാർ. ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്. നോൺ കൺവെൻഷണൽ. ഈ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് ഒക്കെ നമ്മൾ കൺവെൻഷണൽ ടൈപ്പാണ്. കാരണം നേരത്തെ നമ്മൾ ടീച്ചിങ് സ്റ്റാഫ്, ലോയർ, മെഡിസിൻ, അതൊക്കെ പണ്ട് പോലെ നമ്മൾ പിന്തുടരുന്നതാണ്. നോൺ കൺവെൻഷണൽ എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ യൂട്യൂബർ, ബ്ലോഗർ, കണ്ടന്റ് റൈറ്റർ, അങ്ങനെയുള്ള അതാണ് നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ജോബ്. പിന്നെ ന്യൂജൻ ജോബുകളുണ്ട്. ന്യൂ ജനറേഷൻ ജോബ് കരിയേഴ്സ് ഉണ്ട്. അതാർക്കെങ്കിലും പറയാമോ? ന്യൂ ജനറേഷൻ കരിയർ കോഴ്സസ്. അത് എക്സാമ്പിൾ പ്രൊഫഷണൽ ഗെയിമേഴ്സ് അതൊക്കെയാണ്. പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറിംഗ്. യെസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ, യെസ്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ്, ബ്ലോക്ക് ചെയിൻ സയന്റിസ്റ്റ്, ബ്ലോക്ക് ചെയിൻ എഞ്ചിനീയേഴ്സ് അല്ലെ, ബിഗ് ഡാറ്റ, ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനെയുള്ള ന്യൂജൻ കോഴ്സുകൾ. ഈ കോഴ്സുകളെ പറ്റിയുള്ള എല്ലാ ബോധ്യമുള്ള കരിയർ എക്സ്പെർട്സും ഉണ്ട്, അല്ലെങ്കിൽ കരിയർ ഗൈഡ്സ് ഉണ്ട്. ഇവർ നമ്മളുടെ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ അഭിരുചിയും താല്പര്യവും പേഴ്സണാലിറ്റി ട്രേറ്റ്സും വെച്ച് നോക്കിയിട്ട് ഈ ടെസ്റ്റിന് വിധേയമാക്കി ആ ടെസ്റ്റിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കരിയറിലേക്ക് ഈ കുട്ടി സ്വിച്ച് ചെയ്തതാണ് പോകുന്നതാണ് ബെറ്റർ എന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ കരിയർ ഗൈഡൻസ് ശരിക്കും ഒരു കരിയർ മാപ്പാണ്. നമുക്കറിയാമല്ലോ, കരിയർ ഗൈഡൻസ് ശരിക്കും കരിയർ മാപ്പാണ്. നമുക്കറിയാം ഗൂഗിൾ മാപ്പ് പോലെ. നമുക്കിപ്പം ഒരു MBBS കോഴ്സിന് പോകണം, നമുക്ക് MBBS ചെയ്യണം, മെഡിസിന് പോകണം. അപ്പൊ നമ്മൾ 10th പാസ്സായി, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ കുട്ടിക്ക് സയൻസിൽ, ബയോളജിയിൽ ഇൻട്രസ്റ്റ് വേണം. അതിന് നല്ലൊരു പെർസെന്റേജ് മാർക്ക് ബയോളജിയിൽ കാണണം. എന്നിട്ട് നമ്മൾ സയൻസ് സ്ട്രീം സെലക്ട് ചെയ്യും.
സയൻസ് സ്ട്രീം സെലക്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലൊരു പെർസെന്റേജ് മാർക്ക് നമ്മൾ +2 അക്വയർ ചെയ്യും. അതിനുശേഷം നമ്മൾ നീറ്റ് എക്സാം എഴുതും. നീറ്റ് എക്സാമിനെ പറ്റി നമുക്കറിയാമല്ലോ, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു എക്സാം ആണ്. 24 lakhs ആൾക്കുട്ടികൾ എഴുതുന്നതാണ്, ഓൾ ഇന്ത്യ ബേസ് എഴുതുന്ന ഒരു എക്സാം ആണ്. നീറ്റിന്റെ നല്ലൊരു റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു MBBS കരിയറിലേക്ക്, നമുക്ക് ഒരു ഡോക്ടർ കരിയറിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കണ്ടിന്യൂസ് ജേർണിയാണ്. ലൈക്ക് JEE ആണെങ്കിൽ JEEയുടെ നമുക്ക് IIT-യിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ നമുക്ക് IIT-യിൽ അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ അതുപോലുള്ള IISER അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെയും നമ്മൾ ഒരു 10th മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു കരിയർ മാപ്പ് നമ്മുടെ കയ്യിൽ വേണം. ലൈക്ക് ഗൂഗിൾ മാപ്പിൽ എനിക്കിപ്പം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇപ്പം ലക്നൌവിൽ വരെ പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആ ഗൂഗിൾ മാപ്പിലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രെയിനാണോ അല്ലെങ്കിൽ ബസ്സാണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണോ എവിടെയാണെങ്കിലും എനിക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് എന്റെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ അറിയാം നമുക്ക് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം അവിടെ പോകണമെങ്കിൽ, എവിടേക്ക് നമുക്ക് അവിടെ സ്റ്റേ ഉണ്ട്, എവിടേക്ക് ഇറങ്ങണം, എന്തെല്ലാം പ്ലേസസ് ആണ് കാണേണ്ടത്. അങ്ങനെ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് നമുക്ക് വെച്ചിട്ട് അതിനനുസരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കരിയർ മാപ്പ് നമ്മുടെ കയ്യിൽ വേണം. ഈ കരിയർ മാപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ട്രാവൽ, നമ്മുടെ ജേർണി പ്ലാൻ ചെയ്യുന്നത്. അത് ശരിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് എത്തിച്ചേരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബൈ ചാൻസ് ഒരു കരിയർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വന്ന വഴി ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കരിയർ കൺസൾട്ടന്റിനെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കരിയർ എക്സ്പെർട്ടിനെ മീറ്റ് ചെയ്യുന്നു. അയാൾ നമ്മളുടെ കരിയർ ഓപ്ഷൻസ് സെലക്ട് ചെയ്തു തരുന്നു. ഏതൊക്കെ കരിയർ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ നമ്മളുടെ കയ്യിൽ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, നമ്മളുടെ കരിയറിനെ പറ്റിയുള്ള ഒരു ബോധം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മളുടെ കരിയർ നമ്മൾ എന്ത് മേഖലയിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് അറിയാം. അപ്പൊ നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഏതെല്ലാം കോഴ്സിന് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പോകേണ്ടതിനെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നമുക്ക് ധാരാളം ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ സ്കില്ല് അക്വയർ ചെയ്യാൻ ഏത് കോഴ്സിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ പെർട്ടിക്കുലർ കോഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എല്ലാം മനസ്സിലാക്കുക. അതിന് ഏതെങ്കിലും എൻട്രൻസ് ടെസ്റ്റോ മറ്റു ടെസ്റ്റുകളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ബോധവാനാവും, അതിനെപ്പറ്റി പ്രിപ്പയർ ആവുക. എന്നിട്ട് ആ കോഴ്സിന് ചേരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കോഴ്സിന് ചേരുക. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട്, ഇഷ്ടമുള്ള ഒരു കോഴ്സിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചേരാൻ നമുക്ക് പാകമായി. ഇത് തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ബിൽഡ് ദ കരിയർ. നമ്മൾ ആ ഫസ്റ്റ് പോയിന്റ്, കരിയർ പാത്തിന്റെ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ കോളേജിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടിയ പറഞ്ഞോളൂ, സംശയമുണ്ടോ? അങ്ങനെ ആ കോളേജിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടിയെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ട പേയ്മെന്റ്, അതിന്റെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളുടെ പേരൻസിന്റെ ഹാർഡ് ഏൺ മണി അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് അക്വയർ ചെയ്ത മണി നമുക്കത് സ്പെൻഡ് ചെയ്യുമ്പോൾ, അവിടെ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണൽ ട്രേസിനും അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ നമ്മളുടെ ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, നമ്മൾ കിട്ടി. അപ്പൊ അവിടെ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യുന്ന മണി അതൊരിക്കലും ഒരു എക്സ്പെൻഡിച്ചർ അല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഗുഡ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. റിട്ടേൺ ഓഫ് ടൈം ഇൻവെസ്റ്റഡ്, ഗുഡ് റിട്ടേൺ ഓഫ് ടൈം ഇൻവെസ്റ്റഡ്, ROTI എന്ന് പറയാം, ഷോർട്ട് ഫോമിൽ ROTI, റിട്ടേൺ ഓഫ് ടൈം ഇൻവെസ്റ്റഡ്. മറ്റേ കേസിലോ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ ബൈ ചാൻസിൽ ഒരു കരിയർ എടുത്തു, ആ കരിയറിൽ നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അഡ്മിഷൻ എടുത്തു, അവിടെ സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഹാർഡ് ഏൺ മണി എന്താണ്? അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ ഒരു എക്സ്പെൻഡിച്ചർ ആണോ? നിങ്ങൾ പറയൂ ഫ്രണ്ട്സ്. നമ്മൾക്ക് ബൈ ചാൻസിൽ ഒരു കോഴ്സ് എടുത്തു, ആ കോഴ്സ് ഒരു കോളേജിൽ പഠിക്കുമ്പോൾ അതിന് ചെലവാകുന്ന ഫീസ്
നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ ആണോ ആയിരിക്കുമോ? ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചറാ സാറേ, ഇൻവെസ്റ്റ്മെന്റ് ആവില്ലല്ലോ. കാരണം അത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണം അതെ, അതെ. പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്കറിയാവുന്ന ഒരു കേസാണ്. എന്റെ വീടിനടുത്തുള്ള ഒരു കുട്ടി, അവര് സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ഒരു കുട്ടിയാണ്. അവരുടെ പേരൻസ് നല്ല നിലയിലാണ്. ആ കുട്ടിക്ക് ശരിക്കും ലോയ്ക്ക് പോകാനാണ് ഇഷ്ടം. ലോയിൽ പോയിട്ട് എല്ലാം ചെയ്തിട്ട് ഒരു 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 ലോ ഫീൽഡിൽ ഒരു മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഒരു ജഡ്ജോ അങ്ങനെ ഒരു രീതിയിൽ പോകാനായിട്ട് താനും ഇഷ്ടം. ഞാൻ അതുമായിട്ട് സംസാരിച്ചതാണ്. പക്ഷെ പേരൻസിന്റെ മനസ്സിൽ കിടക്കുന്ന സ്വപ്നം എന്ന് പറയാൻ ഈ കുട്ടിയെ ഒരു ഡോക്ടറാക്കണം. ഈ ഡോക്ടറാക്കാൻ വേണ്ടിയാണ് അവരുടെ സ്വപ്നങ്ങൾ ആ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആ കുട്ടിക്ക് ശരിക്ക് ഒരു ലോയിൽ പഠിച്ചിട്ട് ഒരു 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 ലോ ഫീൽഡിൽ തിളങ്ങണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം. പക്ഷേ ആ കുട്ടിയുടെ പേരൻസിന് ഇഷ്ടം അതിനെ MBBS വിടണമെന്നാണ്. അങ്ങനെ ടെസ്റ്റ് എഴുതി നീറ്റ് എക്സാം എഴുതി അത് ക്വാളിഫൈഡ് ആയി. ബട്ട് അതിന് കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ബാംഗ്ലൂരിലെ ഏതോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു 50 ലക്ഷം രൂപയോളം ചെലവാക്കി അതിനൊരു അഡ്മിഷൻ വാങ്ങിച്ചു. പക്ഷേ എന്ത് പറയണമെന്ന് അറിയില്ല എനിക്ക്. പക്ഷെ ആ കുട്ടി 4ാമത്തെ വർഷം കഴിഞ്ഞപ്പോഴും അതിന്റെ ഫസ്റ്റ് ഇയറിലെ എല്ലാ പേപ്പറും കിട്ടിയിട്ടില്ല, എഴുതിയെടുക്കാൻ പറ്റില്ല. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതൊരു അതിന് ചെലവായ ആ പൈസ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെലവായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ അതോ ഒരു എക്സ്പെൻഡിച്ചർ ആണോ? തീർച്ചയായിട്ടും ഒരു എക്സ്പെൻഡിച്ചർ ആണ്. കാരണം ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു. കുട്ടികൾ അവരുടെ ചോയ്സിലായിരുന്നു. അത് ബൈ ചാൻസിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസർ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റോ അതിന്റെ ആപ്റ്റിറ്റ്യൂഡോ അതിന്റെ അഭിരുചിയോ അതിന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സോ ഒന്നും നോക്കാതെ അതിനെ ഓവർടേക്ക് ചെയ്ത് ആ പേരൻസ് നടത്തിയ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് കണ്ടിട്ട് അങ്ങനെയാണ് ആ ഒരു അഡ്മിഷൻ കിട്ടിയത്. അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു റൊട്ടിയല്ല, റിട്ടേൺ ഓഫ് ടൈം ഇൻവെസ്റ്റഡ് അല്ല, അതിന്റെ ഒരു എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ കുട്ടി സപ്പോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബൈ ചോയ്സ് ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, ടെസ്റ്റ് എഴുതി, അവിടെ ഒരു അഡ്മിഷൻ കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് ഇഷ്ടമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നു വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ 2 കൈ നീട്ടി ഹാർദവമായി സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സായിരുന്നു, ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ചേരുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ 2 കൈ നീട്ടി ഹാർദവമായി സ്വീകരിക്കുകയാണ്. അതുപോലെ നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആ ടീച്ചർക്ക് ആ കുട്ടി ഒരു ബാധ്യതയാണോ അതോ ആ ഒരു കുട്ടി അവർക്കൊരു എൻജോയ്മെന്റ് ആണോ, ഒരു ഹാപ്പിനെസ് ആണോ കിട്ടുന്നത്? പ്ലീസ് ഓഡിയൻസ്, ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിൽ ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കുമ്പോൾ ആ എടുക്കുന്ന ക്ലാസ് റൂമിൽ കൈകാര്യം ചെയ്യുന്ന ആ ടീച്ചർക്ക് നിങ്ങളെ ഏത് രീതിയിലാണ് ആ ടീച്ചർക്ക് ഒരു വലിയ ഇഷ്ടത്തോടാണോ നിങ്ങളെ കാണുന്നത്, അതോ ആ കുട്ടിക്ക് ഒരു ബാധ്യതയാവോ നിങ്ങൾ ആ ടീച്ചർക്ക്? തീർച്ചയായിട്ടും പാഷനേറ്റ് ആയിരിക്കും അത്. ആ ടീച്ചർ ഒരിക്കലും നമുക്കറിയാം, നമ്മൾ പല ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് എടുക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് ഉറങ്ങാറുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട്. കാരണം എനിക്ക് ഹ്യൂമാനിറ്റീസ് അത്രമാത്രം താല്പര്യമില്ലായിരുന്നു. അപ്പൊ സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ്സിൽ ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ഉറങ്ങാറുണ്ടായിരുന്നു. അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതെ സർ, അതെ സർ. അപ്പൊ നമ്മളുടെ അഭിരുചി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അല്ലെ? നമ്മൾക്ക് കുട്ടിയുടെ അഭിരുചി വലിയൊരു ഇൻട്രസ്റ്റും അഭിരുചിയും വലിയ ഒരു ഫാക്ടറാണ്. അപ്പൊ അഭിരുചി അറിയാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ മാതൃക ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നിങ്ങളുടെ അഭിരുചി കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ആരായിത്തീരാനാണ് ആഗ്രഹം? എഴുതി വെക്കണം. നിങ്ങൾക്ക് ആരായിത്തീരാനാണ് ആഗ്രഹം, ഒന്നാമത്തെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ജോലിയിൽ തിളങ്ങാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിന് കാരണം എന്താണ്? 3, ഏത് വിഷയം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? 4, വീട്ടിൽ ഏത് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാകുന്നത്? 5, ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാസ് ഏത് വിഷയത്തിൻ്റെതാണ്? അല്ലെ ഷെബീഖ് സാറേ? ചില കുട്ടികൾ നമ്മൾ ചില ക്ലാസ് കഴിക്കുമ്പോൾ ഈ ക്ലാസ് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കാറില്ലേ? എങ്ങനെയെങ്കിലും ഈ ഒരു 45 മിനിറ്റ്സ് ഒന്ന് കടന്നു കിട്ടിയാൽ മതി. അതെ, തോന്നാറുമുണ്ട്. കുട്ടികൾ പറയാറുമുണ്ട് പല വിഷയങ്ങളും.
അതെ 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 അതെ. അതുപോലെ ആറാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന പ്രോജക്റ്റ് ഏതാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ചെയ്യുന്ന ആസ്വദിച്ച് ചെയ്യുന്ന പ്രോജക്റ്റ് ഏതാണ്? പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ജോലി നിങ്ങൾക്കൊരു ഭാരമായി തീരുന്നെന്ന് തോന്നുന്നുണ്ടോ? കാരണം പല ആൾക്കാർക്കും നമുക്കറിയാം കരിയർ ബിൽഡ് ചെയ്ത വെച്ചാൽ അവരുടെ ചോയ്സിലല്ല, ബൈ ചാൻസിൽ ഒരു കരിയർ എടുത്തു. കാരണം പോലീസുകാരനാകാൻ വിധിച്ച താല്പര്യമുള്ള ഒരാൾ ഒരു അധ്യാപകനായി മാറുന്നു. പോലീസുകാരനായി ചെറുപ്പത്തിൽ ആഗ്രഹിച്ച ഒരു കുട്ടി ബൈ ചാൻസിൽ ഒരു അധ്യാപകനായി മാറുന്നു. എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ തിരിച്ച് ഒരു അധ്യാപകനായി കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി ഒരു പോലീസുകാരനായി മാറുന്നു. അവന്റെ കരിയർ, അവന്റെ ജോലി ഓരോ ദിവസവും അവന് താല്പര്യമില്ലാത്ത ഒരു ജോലിയാണെങ്കിൽ അവൻ ഓരോ ദിവസവും ഓരോ യുഗം പോലാണ് അവൻ കാണുന്നത്. കാരണം അവന് ഒരുപക്ഷെ പേപ്പർ കിട്ടുമായിരിക്കും, ശമ്പളം കിട്ടുമായിരിക്കും, പക്ഷെ അവൻ ഒരിക്കലും ആസ്വദിച്ചല്ല ആ ജോലി ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് മാറിപ്പോകും. അപരിചിതരോട് ഇടാൻ മടിയുണ്ടോ? നിങ്ങൾക്ക് അപരിചിതരോട് ഇടപെടാൻ മടിയുണ്ടോ? ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആളുകളോടൊപ്പം ഇരിക്കാൻ ഇഷ്ടമാണോ? 10, നിങ്ങളുടെ സ്വഭാവവും ചിന്താഗതിയും ഇല്ലാത്ത ആളുകളുമായി ഇടപെടാൻ ഇഷ്ടമുണ്ടോ? 11, ഓഫീസ് ജോലി ഇഷ്ടമാണോ? 12, പുതിയ അറിവുകൾ തേടി കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ ഇഷ്ടമാണോ? 13, ഞാനിപ്പോൾ എങ്ങനെയുള്ള കുട്ടിയാണ്? 14, എന്റെ ജോലിയിൽ എനിക്ക് പ്രചോദനമാകുന്നത് എന്താണ്? 15, എന്താണ് എന്റെ കഴിവുകൾ? ഇവ ഏത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ അഭിരുചി ബിൽഡ് ചെയ്യാനുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഒരു 15 ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു അപ്ഗ്രേഡ് വെർഷൻ ആണ് നിങ്ങൾക്ക് സൈക്കോമെട്രിക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ ലോജിക്കൽ എബിലിറ്റി ഉണ്ട്, നിങ്ങളുടെ സ്കില്ല്, ഇതിനെ പറ്റിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 100 ക്വസ്റ്റ്യൻസ് കാണും. ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സും നിങ്ങളുടെ ഇൻട്രസ്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കുട്ടികൾ അത്യാവശ്യമായി, ഇങ്ങനെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് അത്യാവശ്യമായി എടുക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ഇപ്പോഴും അതിന് പിറകിലാണ്. കാരണം മറ്റ് അഡ്വാൻസ് രാജ്യങ്ങളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ സൈക്കോമെട്രിക് ടെസ്റ്റിന് എടുക്കാറുണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റിന് വിധേയമാക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഒരു 8-9 ക്ലാസ്സിലാണ് ആക്ച്വലി നമ്മൾ സൈക്കോമെട്രിക് ടെസ്റ്റ് എടുക്കേണ്ടത്. കാരണം ഈ കുട്ടിയിൽ 10ാം ക്ലാസ്സിൽ ആകുമ്പോഴത്തേക്ക് അവൻ കൂടുതൽ അവൻ ഇതായി കഴിയുകയാണ്. അപ്പം നമുക്കൊരു 8-9 ക്ലാസ്സിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അഭിരുചിയും ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കി ആ കുട്ടിയെ വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു കുട്ടി അവന് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഒരു താല്പര്യമുള്ള കോളേജിൽ ഒരു കോഴ്സിന് ചേർന്ന് അവൻ ആ കോഴ്സ് ചെയ്യുന്നത് വളരെ ഹൃദ്യമായിട്ടാണ്. വളരെ താല്പര്യത്തോടുകൂടി ആ കോഴ്സ് ചെയ്തിട്ട് അവനൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ 1.2 ബില്യൺ ആൾക്കാർ വസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം. ഇവിടെ 71.2% ലിറ്ററസി റേറ്റ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഈ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈബ്രന്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മഹത്തായ ഈ ഇന്ത്യ രാജ്യം. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ്, വൈബ്രന്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. ഈ രാജ്യത്ത് നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അത് ബൈ ചോയ്സ് ആണോ അതോ ബൈ ചാൻസിലാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇത് നിങ്ങളുടെ കുട്ടികളും നിങ്ങളും ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയ ഒരു വാക്കുണ്ടായിരുന്നു, ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നു, പോംപോമിന്റെ ഫുൾ ഫോം ഞാൻ പറയാണ്: പീസ് ഓഫ് മൈൻഡ് ആൻഡ് പ്ലെന്റി ഓഫ് മണി. പീസ് ഓഫ് മൈൻഡ് ആൻഡ് പ്ലെന്റി ഓഫ് മണി. നിങ്ങൾക്കറിയാം, നമ്മള് ഒരു ജോലി കിട്ടി, നമ്മൾക്ക് ധാരാളം കാശ് വരുന്നുണ്ട്, പ്ലെന്റി ഓഫ് മണി നമുക്ക് കിട്ടും, പക്ഷെ പീസ് ഓഫ് മൈൻഡ് കിട്ടണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നു. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ പീസ് ഓഫ് മൈൻഡ് അവിടെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് അവിടെ വരുന്നുണ്ട്. വൺസ് യു ഗെറ്റ് പീസ് ഓഫ് മൈൻഡ്, the plenty of money will naturally flow to you. That is, when you are having peace of mind, plenty of money naturally flow to you. Thank you. This is my career building, the startup for our startup class for ലോഞ്ച്പാഡ് ക്ലാസ് ഫോർ കരിയർ ബിൽഡിംഗ് ആണ്. ഇനിയും ഈ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതെന്റെ ഒരു ഫസ്റ്റ് ടൈം ട്രെയിനിങ് ക്ലാസ് ആയിരുന്നു. ഇനി നമുക്കൊരു Q&A സെഷൻ ആണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചോദിക്കാനുള്ള ഒരു സമയമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് പോകാം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. എനിക്ക് വായന വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ വായനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏത് കരിയറാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുക? വായനയുമായി ബന്ധപ്പെട്ട കരിയർ നമുക്ക് റീഡിങ് ഉണ്ടല്ലോ. ഇപ്പം കരിയറിനകത്ത് ഇപ്പം സാറിന് വേണമെങ്കിൽ റീഡ് ചെയ്തിട്ട് സാറ് കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നുണ്ടോ? വായന എന്ന് ഉദ്ദേശിച്ചാൽ ഇതിന് കാരണം വായിച്ചിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നത്? അത് എഴുതിലേക്കാണ്. വായനയുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ച് വല്ല കണ്ടന്റ് റൈറ്റിങ്ങോ അങ്ങനെ ആ രൂപത്തിൽ എങ്ങനെയും നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുമോ? ബ്ലോഗ് എഴുതാമല്ലോ, ബ്ലോഗ് ചെയ്യാമല്ലോ, ബ്ലോഗ് റൈറ്റർ ആവാമല്ലോ, അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റർ ആക്കാൻ പറ്റും. സാർ സാറിന്റെ ആ പാഷൻ ബിൽഡ് ചെയ്യണം. കാരണം അതിനു വേണ്ടിയുള്ള കോഴ്സുകളോ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്കില്ല് എന്ന് പറയാൻ കാര്യം മനസ്സിലാകും എന്താണെന്നുള്ള സ്കില്ല് എന്താണെന്നുള്ളത്. കരിയർ ഗൈഡൻസിനകത്ത്, കരിയർ പ്ലാനിങ്ങിനകത്ത് സ്കില്ല് എന്താണെന്ന് അറിയാവും. സ്കില്ലിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരുപക്ഷെ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ആസാമിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു യാത്ര നടത്തും. ആസാം ഗ്രാമം നമ്മളൊരു പ്ലാൻ ചെയ്യണം. ആസാം. അപ്പൊ നമ്മള് ഈ ആസാമിൽ പോകുമ്പോൾ ആസാമിലെ ഗ്രാമമാണ്. അവിടുത്തെ ആൾക്കാർക്ക് നമ്മളുടെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ അല്ലെങ്കിൽ മറ്റ് ആസാം മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആസാമിലെ കുറച്ച് വേർഡ്സും മറ്റു കാര്യങ്ങളും മിനിമം വേർഡ്സ് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകും. അപ്പം അവിടെ പോയി ഇറങ്ങുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം അല്ലെങ്കിൽ എങ്ങോട്ടാവണം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. അതിനെ നമുക്കൊരു ബേസിക് ആയിട്ട് സ്കില്ലിന്റെ ഒരു ചെറിയ മിനിയേച്ചർ വെർഷൻ എന്ന് പറയാം. ഇത് തന്നെയാണ് മറ്റു മേഖലകൾ. സാർ ഇപ്പം റീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. റീഡ് ചെയ്തിട്ട് റീഡിങ്ങിനകത്ത് സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. സ്കിൽ എന്ന് വെച്ചാൽ റൈറ്റിംഗ് സ്കിൽ ഉണ്ടാക്കുക, ബ്ലോഗ് എഴുതുക, കണ്ടന്റ് എഴുതുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. സാറിന്റെ വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ കണ്ടന്റ് റൈറ്റർ ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ബ്ലോഗ് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാൻ പറ്റും. ഡോക്യുമെന്റ് റൈറ്റർ ആവാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ തലത്തിലൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഏതായാലും നല്ലൊരു പ്രചോദനമായി. ധാരാളം വായിക്കാറുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതിനുള്ള ധാരാളം ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അത് ചെയ്യുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുക, അതിനെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് മോർ അത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കരിയറായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും കുറച്ച് സമയം കഴിയുമ്പോൾ. കാരണം കരിയർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ ജോലിയിൽ നിന്നാണ് കരിയറിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് കരിയർ. കാരണം കരിയർ എന്ന് പറയുന്ന ഒരു ജോബ് തന്നെയാണ്. പക്ഷെ അത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മുടെ പ്ലാൻ ചെയ്ത നമ്മുടെ ഗോളിന്റെ അവസാനത്തെ ആ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും നമ്മളുടെ ആ ജോബ് എന്ന് പറയുന്നത്. കരിയർ നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആ പെർഫെക്റ്റ് സംഭവം. അതിന് നമ്മൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് നമ്മുടെ കരിയർ മേഖലയിൽ ഒരു വലിയ ജോലിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ സാർ. വളരെയധികം ഉപകാരം. ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി വളരെയധികം ക്ലാരിറ്റി കിട്ടി. താങ്ക് യു ഷിബിക് സാർ. താങ്ക് യു. ആർക്കെങ്കിലും വേറെ ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഞാൻ ഇനി എന്റെ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ ബേസിക് ആയിട്ട് നോക്കുന്നത് ഈ 10th പഠിച്ച കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ കരിയർ, അവരുടെ സ്റ്റീം സെലക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയുള്ള ആ ഒരു കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്റെ ഹലോ. അപ്പൊ നമ്മുടെ ക്ലാസിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ? സതീഷ് സാർ,
നമസ്കാരം സാർ. നമസ്കാരം. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ലോഞ്ച് പാഡ്, കരിയർ ലോഞ്ച് പാഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സതീഷ് സാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. ചോദ്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഷാഹിന റഷീദ്, താങ്ക് യു സാർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു നല്ല തുടക്കമാണ്. കാരണം കരിയർ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് ഒരു സീരീസ് ആയിട്ട് തന്നെ സാർ അടുത്ത അതിന്റെ നെക്സ്റ്റ് എപ്പിസോഡുകൾ കൂടി ഉണ്ടാകും എന്നറിയിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇൻഡെപ്തിൽ പിന്നെ കൂടുതൽ വിവരങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് പാരൻസിനും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. കൂടുതൽ പിന്നെ കാരണം കരിയർ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒത്തിരി കരിയറുകൾ, അതായത് അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോഴുള്ള ഏകദേശം 50% കരിയറുകളും ചിലപ്പോൾ എടുത്തു പോകുന്ന പറയുന്നത്. അങ്ങനെ ഓരോ കാലം കഴിയും തോറും പുതിയ കരിയറുകൾ രൂപപ്പെടുകയും അതേപോലെ തന്നെ കുറെ കരിയറുകൾ എടുത്തു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. പണ്ടത്തെ പോലെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ജോലി കയറി കഴിഞ്ഞാൽ കാലാകാലം ആ ജോലി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു കരിയർ അപ്ഗ്രേഡേഷൻ അതല്ലെങ്കിൽ കരിയർ സ്വിച്ചിങ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അതേപോലെ ചിലപ്പോൾ നമ്മൾ ഇടപെടുകയോ അതല്ലെങ്കിൽ അതിനെ നോക്കി മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ ഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇത്തരത്തിലുള്ള വെബിനാറുകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പിലേക്ക് പോകാം എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല റിവ്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഗുഡ് ക്ലാസ്, എക്സലന്റ് ക്ലാസ്, ഗുഡ് ക്ലാസ് എന്നൊക്കെ സാർ, ഇത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു തുടക്കമാണ്. കാരണം അതിനകത്ത് ഒത്തിരി നമുക്ക് തുടക്കം ക്ലാസ് ആണ്. കാരണം അതിൻ്റെതായ ഒരു ഡ്രോബാക്കും മറ്റു കാര്യങ്ങളും കാണും. അതിന് കാരണം ഈ ക്ലാസ്സുകൾ കുറച്ചുകൂടി കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നമ്മൾ ഫൈൻ ട്യൂൺ ആവുന്നത്. ഇത് ഞാനൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വെബിനാർ തന്നെ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ദിസ് വെബിനാർ. സോ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ അടുത്ത ക്ലാസ്സുകൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കി നമുക്ക് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു ലേണിംഗ് ആൻഡ് പ്രാക്ടീസിങ് പ്ലാറ്റ്ഫോം തന്നെയാണ്. വിംബിൾ അക്കാദമിയുടെ ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എടുക്കാനും പറയാനും അതേപോലെ തന്നെ കൂടുതൽ സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ ഉള്ള ഒരു വേദിയായിട്ടാണ് ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്ക് എന്നുള്ള ഒരു സീരീസ് തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് തുടക്കക്കാരായിട്ടുള്ളവരും അതേപോലെ തന്നെ തുടക്കത്തിലെ തുടങ്ങി പിന്നീട് അങ്ങോട്ട് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സീരീസിൽ വരാറുണ്ട്. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസും നമ്മുടെ നോളജും അതേപോലെ തന്നെ നമ്മുടെ കഴിവും ഒക്കെ നമ്മുടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. അങ്ങനെ പറ്റും. ഒരുപാട് ആളുകൾ അങ്ങനെ നമുക്ക് പോയ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു സെഷൻ, ട്രെയിനേഴ്സ് ടോക്കിലെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത സതീഷ് മധുരിമ കരിയർ ഗൈഡ് ആണ് സാറ് കരിയർ ഗൈഡായിട്ട് ഉന്നതങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ആ ഏരിയയിൽ ഇനിയും ഒരുപാട് തിളങ്ങാൻ സാധിക്കട്ടെ. ഇനിയും വ്യത്യസ്ത സെഷനുമായിട്ട് സാറിന് ഇവിടെ സംസാരിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാറ് തീർച്ചയായിട്ടും വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള സ്നേഹങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം, സന്തോഷം. ഗുഡ് നൈറ്റ്. Good night. Thank you, sir. Good night. Good night, sir. Thank you, sir.